ഗുഡ് മോർണിംഗ് ഓൾ. എച്ച് ആർ എമ്മിൻ്റെ ലാസ്റ്റ് മൊഡ്യൂളായിട്ടുള്ള ഓവർവ്യൂ ഓഫ് എച്ച് ആർ എം ട്രെൻഡ്സ് ആൻഡ് ചലഞ്ചസ് എന്ന ചാപ്റ്ററിൽ നമ്മൾ പുതിയ രീതിയിലുള്ള എച്ച് ആർ എം ട്രിക്സുകളാണ് നമ്മൾ നോക്കുന്നത്. അല്ലെങ്കിൽ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റിൽ പുതിയതായിട്ട് വന്നിട്ടുള്ള മാറ്റങ്ങൾ ഏതൊക്കെയാണ്, പുതിയ ഡിപ്പാർട്ട്മെൻറ്റ്സ് കാര്യങ്ങളൊക്കെയാണ് നമ്മൾ വെരിഫൈ ചെയ്യുന്നത്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറയുന്നത് ഈ എച്ച് ആറും അതേപോലെ ജി എച്ച് ആർ എം. ഈ എച്ച് ആർ എം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇലക്ട്രോണിക് ഫോമിലുള്ള എച്ച് ആർ എം ആണ്. ജി എച്ച് ആർ എം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗ്രീൻ എച്ച് ആർ എം ആണ്. അപ്പോൾ ഈ രണ്ട് ടോപ്പിക്കുകൾ നമുക്കിന്ന് ഡിസ്കസ് ചെയ്യാം. ആദ്യം നമ്മൾ നോക്കുന്നത് ഇ എച്ച് ആർ എം എന്നാണ്. ഈ എച്ച് ആർ എമ്മിൻ്റെ മീനിങ് നോക്കാം. ഇ എച്ച് ആർ എം ഇറ്റ്സ് എ ഇൻറ്റഗ്രേഷൻ ഓഫ് ഓൾ എച്ച് ആർ ആക്ടിവിറ്റീസ് എച്ച് ആർ സിസ്റ്റം ഓഫ് ആക്ടിവിറ്റീസ് യൂസിങ് എ വെബ് ബേസ്ഡ് ടെക്നോളജി. സിംപ്ലി when HR used the internet or related technology to support their activities, procedures, process, then it became an EHRM. സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റിൻ്റെ ആക്ടിവിറ്റീസ് ഇലക്ട്രോണിക് അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് ഓർ ടെക്നോളജി യൂസ് ചെയ്തുകൊണ്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് EHRM എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ EHRM എന്ന് പറഞ്ഞാൽ ഇൻ്റർനെറ്റ് രൂപത്തിൽ അതിൻ്റെ ഡെഫിനിഷൻ നോക്കാം. ഡെഫിനിഷൻസ് ഓഫ് EHRM അക്കോർഡിംഗ് ടു റൂൾ ബോൺഡ്രോക്ക് ആൻഡ് ലൂസി 2004 അവർ ഡിഫൈൻ ചെയ്തതാണ്. EHRM ഈസ് എ വേ ഓഫ് ഇംപ്ലിമെൻറ്റിംഗ് HR സ്ട്രാറ്റജീസ്, പോളിസീസ് ആൻഡ് പ്രാക്ടീസസ് ഇൻ ദി ഓർഗനൈസേഷൻ ത്രൂ എ കോൺഷ്യസ് ഓർ ഡയറക്റ്റഡ് സപ്പോർട്ട് ഓഫ് ആൻഡ് ഓർ വിത്ത് ദ ഫുൾ യൂസ് ഓഫ് വെബ് ടെക്നോളജി ബേസ്ഡ് ചാനൽസ്. അവർ പറയുന്ന ഡെഫിനിഷൻസ് പ്രകാരം EHRM എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ HRM സ്ട്രാറ്റജീസ് അല്ലെങ്കിൽ പോളിസീസ്, പ്രാക്ടീസ് ഓർഗനൈസേഷൻ്റെ എങ്ങനെയാണ് ഇംപ്ലിമെൻറ്റ് ചെയ്യാന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ ഡയറക്റ്റായിട്ട് അല്ലെങ്കിൽ ഇൻ്റർനെറ്റിൻ്റെ അല്ലെങ്കിൽ ഓൺലൈൻ ടെക്നോളജിൻ്റെ സപ്പോർട്ടോട് കൂടിയിട്ടാണ് ഇവരെ കാര്യങ്ങൾ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഓൺലൈൻ വെബ് ചാനൽസ് മുഖാന്തരമാണ് ഇവർ HR സ്ട്രാറ്റജീസും കാര്യങ്ങളൊക്കെ മേക്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ അതിൻ്റെ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് EHRM എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇതിൻ്റെ ഫീച്ചേഴ്സ് നോക്കാം. ഇറ്റ്സ് എ വേ ഓഫ് ഇംപ്ലിമെൻറ്റിംഗ് HR സ്ട്രാറ്റജീസ്, പോളിസീസ് ആൻഡ് പ്രാക്ടീസസ് ഇൻ ആൻ ഓർഗനൈസേഷൻ. സ്വാഭാവികമായിട്ടും നമ്മൾ പോളിസീസും പ്രാക്ടീസും നമ്മളെ കമ്പനിയിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന ഒരു വേ എന്ന് വേണമെങ്കിൽ ഇതിനെ പറയാവുന്നതാണ്. ഇനി അടുത്ത് നമ്മൾ പറയുന്നത് ഇറ്റ് ക്രിയേറ്റ് സ്റ്റാൻഡർഡൈസേഷൻ. ഇത് ചെയ്യുന്നത് എന്തിനാണെന്നുണ്ടെങ്കിൽ ഒരു ഓർഗനൈസേഷനിൽ ഓവറോൾ ഒരു സ്റ്റാൻഡർഡൈസേഷൻ ഉണ്ടാവും, ഒരു യൂണീക്നെസ് ഉണ്ടായിരിക്കും. ഇറ്റ് ഹെൽപ്സ് ടു ക്രിയേറ്റ് എഫിഷ്യൻസി. ഓഫ് കോഴ്സ് നമ്മളെ പല കാര്യങ്ങൾ ചെയ്യുന്നതും ഇലക്ട്രോണിക് ഫോർമാറ്റിലായി കഴിഞ്ഞാൽ നമ്മളെ കമ്പനിയിലുള്ള എല്ലാ എംപ്ലോയീസിനും നമ്മൾ മെസ്സേജും കാര്യങ്ങളൊക്കെ പാസ് ചെയ്യുന്നത് മെയിലിലൂടെയാണ്. അല്ലെങ്കിൽ HR പ്ലാനിങ്ങുകൾ, നമ്മളെ ഹ്യൂമൻ റിസോഴ്സിൽ വന്നിട്ടുള്ള ചേഞ്ചുകൾ കാര്യങ്ങളൊക്കെ അറിയിക്കുന്നത് എല്ലാം ഈ മെയിലിലൂടെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് എഫിഷ്യൻസി ഇമ്പ്രൂവ് ആവും. അതേപോലെ ഹെൽപ്സ് ടു ബിസിനസ് ടു ക്രിയേറ്റ് HR സ്റ്റാഫ്, റെഡ്യൂസ് ദ HR സ്റ്റാഫ്. HR സ്റ്റാഫിനെ കമ്പനിയിൽ റെഡ്യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ കമ്പനിക്ക് ഒരു കോസ്റ്റ് സേവിങ് മെത്തേഡും കൂടിയാണ് ഈ പറഞ്ഞിട്ടുള്ള EHRM എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇറ്റ് ഹെൽപ്സ് ടു ഇൻക്രീസ് ദ വാല്യൂ ഓഫ് ദി കമ്പനി. കമ്പനീൻ്റെ വാല്യൂ ഇമ്പ്രൂവ് ആവും. ഇറ്റ് വിൽ കോൺട്രിബ്യൂട്ട് ആൻഡ് ടു ദ കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജസ് ഓഫ് ദി ഫേം. നമ്മളെ കമ്പനി ഒരു മോസ്റ്റ് മോഡേൺ രൂപത്തിലുള്ള കമ്പനിയായി മാറും. അപ്പോൾ നമ്മളെ കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജസ്, നമ്മളെ ഫേമിൻ്റെ കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജസ് ഇമ്പ്രൂവ് ആവും. അതുപോലെ ഇറ്റ് പ്രൊവൈഡ് എ ക്വാളിറ്റി ഓഫ് HR സർവീസസ്. പല രീതിയിലുള്ള HR സർവീസസും വളരെ ക്വാളിറ്റിയിൽ ഇത് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. ജസ്റ്റ് ഒരു ഉദാഹരണം പറയാം. നമ്മളെ കമ്പനിയിൽ സാധാരണ രീതിയിൽ സൈനിങ് സിസ്റ്റം ആണെന്നുണ്ടെങ്കിൽ, നമ്മൾ വരിക രജിസ്റ്ററിൽ ഒപ്പിട്ട് പോകുന്ന സിസ്റ്റം ആണെന്നുണ്ടെങ്കിൽ അത് ഓരോ മാസം കൂടുമ്പോൾ നമ്മളത് എണ്ണി നോക്കണം, വെരിഫൈ ചെയ്യണം, അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട്. എന്നാൽ ഒരു ഇലക്ട്രോണിക് രൂപത്തിലുള്ള കാര്യമാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു കമ്പനിയിൽ വന്നു കഴിഞ്ഞാൽ രാവിലെ തന്നെ നമ്മളെ യൂസർ നെയിമും പാസ്വേഡ് യൂസ് ചെയ്തിട്ട് ലോഗിൻ ചെയ്തു, എത്ര സമയം നമ്മൾ വർക്ക് ചെയ്തു എന്ന് കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് അതിൽ മനസ്സിലാവും. നമ്മൾ എന്തൊക്കെ ആക്ടിവിറ്റിയാണ് ചെയ്തതെന്നുള്ളത് എല്ലാം മനസ്സിലാവും. കമ്പ്യൂട്ടർ ഓട്ടോമാറ്റിക്കലി നമ്മളെ ടൈമും കാര്യങ്ങളൊക്കെ കാൽക്കുലേറ്റ് ചെയ്ത് നമ്മളെ സാലറി സ്കെയിലേക്ക് നമ്മളെ പേറോൾ സെക്ഷനിലേക്ക് അത് വിടും. അപ്പോൾ ഇത് വളരെ എഫിഷ്യൻസ് ആയിട്ടാണ് കാര്യങ്ങൾ നടക്കുക. കമ്പനിക്ക് ഓവറോൾ ഒരു കോമ്പറ്റീറ്റീവ്നെസ് കൂടും, എംപ്ലോയിക്കും സാറ്റിസ്ഫൈഡ് ആയിരിക്കും, എംപ്ലോയിക്കും ഒന്നും പറയാനുണ്ടാവില്ല. അപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു പഞ്ചിങ് സിസ്റ്റം കൊണ്ടു കഴിഞ്ഞാൽ പല ഗവൺമെൻറ് സ്ഥാപനങ്ങളും നമ്മളിന്ന് കാണുന്നതാണിത്. ഒപ്പിട്ട് പോകാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം ഒരു 10 മണി പറഞ്ഞാൽ 10:15 10:20 ആവും. നേരെ മറിച്ച് ഒരു പഞ്ചിങ് സിസ്റ്റമാണ് അവർക്കുള്ളതെന്നുണ്ടെങ്കിൽ കറക്റ്റ് ഷാർപ്പ് 9:30 അവരുടെ ടൈം എന്നുണ്ടെങ്കിൽ ആ 9:30 അവർ എത്തിയിരിക്കും. അപ്പോൾ അങ്ങനത്തെ ഒരുപാട് ഇമ്പ്രൂവ്മെൻറ്റ്സ് ഇതുവഴി EHRM വഴി നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഇറ്റ് ഹെൽപ്സ് ടു ഇൻക്രീസ് ഓവറോൾ സ്പീഡ് ഓഫ് ദി HR ഓപ്പറേഷൻസ്. നമ്മൾ പറഞ്ഞു എന്ത് ലീവും കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് എളുപ്പത്തിൽ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അവർക്ക് വല്ല സാലറി കൊടുക്കുന്നതിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും സ്റ്റക്കോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ അത് സോൾവ് ചെയ്തിട്ട് കാര്യങ്ങൾ മുന്നോട്ട് പോകാൻ പറ്റും.
ഇനി നമ്മൾ പറയുന്നത് ടൈപ്സ് ഓഫ് ഇ എച്ച് ആർ എം ആണ്. 3 രീതിയിലാണ് ഇ എച്ച് ആർ എം ഉള്ളത്. ഒന്ന് ഓപ്പറേഷണൽ ഇ എച്ച് ആർ എം, റിലേഷണൽ ഇ എച്ച് ആർ എം, ട്രാൻസ്ഫോർമേഷണൽ ഇ എച്ച് ആർ എം. മൂന്ന് സെക്ഷനിലാണ് ഉപയോഗിക്കുന്നത്. ഓപ്പറേഷണൽ ഉപയോഗിക്കുന്നത് എവിടെയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഇസ് റിലേറ്റഡ് ടു അഡ്മിനിസ്ട്രേറ്റീവ് ഫങ്ഷൻസ് ഓഫ് ദി എച്ച് ആർ ഡിപ്പാർട്ട്മെൻറ്റ്. ഇറ്റ് കൺസേൺ ദ ബേസിക് എച്ച് ആർ ആക്ടിവിറ്റീസ് ഇൻ ദി അഡ്മിനിസ്ട്രേറ്റീവ് ഏരിയ. ഡേ ടു ഡേ ഓപ്പറേഷൻസിന് വേണ്ടിയിട്ട് അഡ്മിനിസ്ട്രേറ്റീവ് ഏരിയയിൽ ഇ എച്ച് ആർ എം ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഓപ്പറേഷണൽ ഇ എച്ച് ആർ എം. എന്നാൽ റിലേഷണൽ ഇ എച്ച് ആർ എം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് റിലേറ്റഡ് ടു അഡ്വാൻസ്ഡ് എച്ച് ആർ എം ആക്ടിവിറ്റീസ്. ഇറ്റ്സ് മെയിൻലി റിലേറ്റഡ് ടു റിക്രൂട്ടിംഗ് ആൻഡ് സെലക്ഷൻ ഓഫ് ന്യൂ പേഴ്സൺ, ട്രെയിനിങ്, പെർഫോമൻസ് മാനേജ്മെൻറ്റ് ആൻഡ് അപ്രൈസൽ ആൻഡ് റിവാർഡ്സ്. ഈ കാര്യങ്ങൾക്കൊക്കെ സെലക്ഷന്, ട്രെയിനിങ്, റിക്രൂട്ട്മെൻറ്റ്, അതുപോലെ പെർഫോമൻസ് അപ്രൈസൽ, ഈ റിവാർഡ് കൊടുക്കുക, ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ എച്ച് ആർ എം ഈ എച്ച് ആർ എം ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് റിലേഷണൽ എച്ച് ആർ എം, ഇ എച്ച് ആർ എം. നെക്സ്റ്റ് വരുന്നത് ട്രാൻസ്ഫോർമേഷണൽ ഇ എച്ച് ആർ എം. ഇറ്റ് കൺസേൺ വിത്ത് സ്ട്രാറ്റജീസ് എച്ച് ആർ ആക്ടിവിറ്റി സച്ച് ആസ് നോളജ് മാനേജ്മെൻറ്റ്, സ്ട്രാറ്റജിക് കോമ്പറ്റേറ്റീവ് മാനേജ്മെൻറ്റ്. നമ്മളെ കമ്പനീൻ്റെ എഫിഷ്യൻസി ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്ട്രാറ്റജിക് കോമ്പറ്റേറ്റീവ് മാനേജ്മെൻറ്റ് കാര്യങ്ങളൊക്കെ അവർ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം എച്ച് ആർ എം ഫോർമാറ്റിലാണ്. അതായത് ഈ എച്ച് ആർ എം ഫോർമാറ്റിലാണെങ്കിൽ അതിന് വിളിക്കുന്ന പേരാണ് ട്രാൻസ്ഫോർമേഷണൽ ഇ എച്ച് ആർ എം. ഇനി നമ്മൾ പറയുന്നത് ഈ എച്ച് ആർ എമ്മിൻ്റെ ആക്ടിവിറ്റീസ് നോക്കാം. നമ്മൾ പറഞ്ഞു കുറച്ച് ഡിപ്പാർട്ട്മെൻറ്റിലൊക്കെ ഉപയോഗിക്കുന്നു. ഒരു 5 ആക്ടിവിറ്റി ഇതിൽ പറയുന്നുണ്ട്. ഫസ്റ്റ് വൺ, ഇ റിക്രൂട്ട്മെൻറ്റ്. ദിസ് ഇസ് എ പ്രോസസ് ഓഫ് യൂസിങ് ഇൻ്റർനെറ്റ് ടു ആക്ടിവേറ്റ്, സീക്സ് ഔട്ട്, റിക്രൂട്ട് എഫിഷ്യൻറ്റ് കാൻഡിഡേറ്റ്സ് ഫോർ ആൻ എംപ്ലോയി. നമ്മുടെ കമ്പനിയിലേക്ക് എഫിഷ്യൻ്റായിട്ട് നമുക്ക് ഇതിനൊരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം അങ്ങനെ ഉപയോഗിക്കുന്നില്ലേ, സോഷ്യൽ മീഡിയ സൈറ്റ്സ്, അതുപോലത്തെ ഒരു സൈറ്റ് ഉണ്ട് ലിങ്ക്ഡ് ഇൻ. ഹൈലി പ്രൊഫഷണൽസ് വേയിൽ നമ്മളെ പ്രൊഫഷണൽ കാര്യങ്ങൾ മാത്രം ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമാണ് ലിങ്ക്ഡ് ഇൻ. ഒരുപാട് ജോബ് റിക്രൂട്ട്മെൻറ്റ് ചെയ്യുന്ന ആൾക്കാരും അതുപോലെ ജോബ് സീക്കേഴ്സും പല എംപ്ലോയീസും അതുപോലെ നമ്മളെ കമ്പനീൻ്റെ സിഇഒസ്, നമ്മളെ കമ്പനിയിൽ വലിയ വലിയ പ്രൊഫഷണൽ രീതിയിൽ കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യാനും പല സൊസൈറ്റിയിൽ നടക്കുന്ന പല പ്രൊഫഷണൽ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ മറ്റുള്ളവർക്ക് അറിയിക്കുന്ന ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമാണ് ലിങ്ക്ഡ് ഇൻ. അതുവഴി നമ്മൾ ഒരുപാട് എംപ്ലോയീസിനെ, നല്ല ടാലൻ്റുള്ള എംപ്ലോയീസിനെ നമ്മളെ കമ്പനിയിലേക്ക് ഹയർ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. നമുക്ക് ഓരോരുത്തരെയും പേഴ്സണലായിട്ട് അറിയില്ലെങ്കിലും പക്ഷേ അവരെ ആക്ടിവിറ്റി, അതിൻ്റെ ഉള്ളിൽ അവരെ ഡീറ്റെയിൽസും അവരെ അച്ചീവ്മെൻറ്റ്സും അവരെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻസും അവർ എക്സ്ട്രാ നേടിയിട്ടുള്ള അച്ചീവ്മെൻറ്റ്സ് കാര്യങ്ങളൊക്കെ അതിലുണ്ടാവും. അപ്പോൾ അത് നോക്കിയിട്ട് ഈ എംപ്ലോയി നമ്മളെ കമ്പനിക്ക് ആപ്റ്റായിട്ടുള്ള എംപ്ലോയി ആണെന്ന് തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അയാളെ നമ്മളെ കമ്പനിയിലേക്ക് റിക്രൂട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ റിക്രൂട്ട്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ റിക്രൂട്ട്മെൻറ്റ് ഈസ് ഓൾസോ കോൾഡ് ഓൺലൈൻ റിക്രൂട്ട്മെൻറ്റ്. ഇറ്റ്സ് എ പ്രോസസ് ഓഫ് ഹയറിംഗ് ദ പൊട്ടൻഷ്യൽ കാൻഡിഡേറ്റ് ഫോർ ദി വാക്കൻറ്റ് ജോബ് പൊസിഷൻ യൂസിങ് ഇലക്ട്രോണിക് റിസോഴ്സസ്, പെർട്ടിക്കുലർലി ഇൻ ഇൻ്റർനെറ്റ് യൂസ് ചെയ്തുകൊണ്ട് നമ്മളെ വേക്കൻസി ഉണ്ടെന്നുണ്ടെങ്കിൽ ആ വേക്കൻസിയിലേക്ക് എംപ്ലോയിനെ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രേരിപ്പിക്കുക. അതാണ് എന്ത് ഈ റിക്രൂട്ട്മെൻറ്റ് എന്ന് പറഞ്ഞാൽ. ഇനി ഈ സെലക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദ മെയിൻ പർപ്പസ് ഓഫ് ഈ സെലക്ഷൻ ടു മേക്ക് മാക്സിമം യൂട്ടിലൈസേഷൻ ഓഫ് ഹ്യൂമൻ ക്യാപിറ്റൽ അറ്റ് ദി റെഡ്യൂസ്ഡ് കോസ്റ്റ് ആൻഡ് ലെസ് ടൈം. കുറഞ്ഞ സമയത്തിനുള്ളിൽ കുറഞ്ഞ കോസ്റ്റിനുള്ളിൽ നമ്മളെ കമ്പനിയിലേക്ക് ഈ പറഞ്ഞിട്ടുള്ള സെലക്ഷനും കാര്യങ്ങളും നടത്തുക എന്നുള്ള ഒന്നില്ലെങ്കിലും പ്രിലിമിനറി സെലക്ഷനെങ്കിലും ഇതുവഴി നടത്തും. അതായത് സ്കൈപ്പ് വഴിയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഈ പ്ലാറ്റ്ഫോം യൂസ് ചെയ്തുകൊണ്ട് വീഡിയോ കോൺഫറൻസിംഗ് ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, ഇൻ്റർവ്യൂ കാര്യങ്ങളൊക്കെ കണ്ടക്ട് ചെയ്യും. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം അയാളെ ഒരു ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാവും. പിന്നെ അത് കഴിഞ്ഞിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അയാളെ സെലക്ട് ചെയ്തതിൻ്റെ ശേഷം നമുക്ക് കമ്പനിയിൽ എന്ത് ചെയ്യാൻ പറ്റും, വലിയ രീതിയിലുള്ള ഇൻ്റർവ്യൂ കാര്യങ്ങളൊക്കെ അയാൾക്ക് വേണ്ടി കണ്ടക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതാണ് പറഞ്ഞത്, നമുക്കൊരു ബേസിക്കായിട്ട് ഫസ്റ്റ് സ്റ്റേജ് ഇൻ്റർവ്യൂവിൽ ഒരുപാട് ആൾക്കാരുണ്ടാവും. ആ ഒരു മാസ് എലിമിനേഷൻ നമുക്ക് എളുപ്പത്തിൽ പോസിബിളായിട്ട് നടത്താൻ പറ്റും. ഇനി നമ്മൾ പറയുന്നത് ഈ പെർഫോമൻസ് മാനേജ്മെൻറ്റ്, it is a web-based tool has been designed to make a performance review easier than ever. Nowadays, many companies are using web-based technology to measure the performance of employees. ഓരോ എംപ്ലോയീൻ്റെ പെർഫോമൻസും നമുക്ക് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവരെ അപ്രൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ പറഞ്ഞിട്ടുള്ള വെബ് ബേസ്ഡ് സിസ്റ്റമാണ് പല കമ്പനികളും ഇപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ പെർഫോമൻസ് മാനേജ്മെൻറ്റ് കണ്ടക്ട് ചെയ്യാം. നെക്സ്റ്റ് വരുന്നത് ഈ ലേണിംഗ്, ഇലക്ട്രോണിക് ലേണിംഗ്. ഇപ്പോൾ ഈ കോവിഡിൻ്റെ പാൻഡമിക് സിറ്റുവേഷനിൽ ഒരുപാട് ആൾക്കാർ പ്രിഫർ ചെയ്യുന്ന ലേണിംഗ് ഓപ്ഷനാണ് ഈ ലേണിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. നമ്മൾ യൂണിവേഴ്സിറ്റിയോ കാര്യങ്ങളോ പോവാതെ നമുക്ക് എന്ത് ചെയ്യാം, വീട്ടിലിരുന്നു കൊണ്ട് പല യൂണിവേഴ്സിറ്റീൻ്റെ കോഴ്സുകൾ നമുക്ക് തന്നെ ചെയ്യാൻ പറ്റും. ഇന്ത്യയിലും അതുപോലത്തെ ഒരുപാട് യൂണിവേഴ്സിറ്റികളുണ്ട്. ചുരുക്കി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇലക്ട്രോണിക് ടെക്നോളജി യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് ലേണിംഗ് നടത്തുക. അപ്പോൾ ഇവിടെ ഈ ലേണിംഗ് ഉദ്ദേശം എന്താണെന്നുണ്ടെങ്കിൽ
It is a related to use of internet and provide training and development program for the workforce. Many firms using the internet to deliver the computer based training program. It include numerous media that deliver text, audio, image and animation etc. നമുക്ക് ഒരു മെഷീന് പുതുതായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്, അതിനുള്ള ട്രെയിനിങ്ങും കാര്യങ്ങളും കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു മീഡിയ യൂസ് ചെയ്തിട്ട് ഈ ലേണിംഗ് പ്ലാറ്റ്ഫോം യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റും. കാരണം എന്താണെന്നുണ്ടെങ്കിൽ ആ മെഷീൻസിൻ്റെ വർക്കിങ്ങും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് പറഞ്ഞു കൊടുക്കാം. ഏതെല്ലാം രീതിയിലാണോ അതിൻ്റെ അപകടങ്ങളുള്ളത്, അല്ലെങ്കിൽ ഏതൊക്കെ ഭാഗങ്ങളാണ് നമുക്ക് ടച്ച് ചെയ്യാൻ പറ്റാത്തത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒരു വീഡിയോ വിഷ്വൽ രൂപത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എംപ്ലോയീസിന് മുമ്പിൽ പെർഫോം ചെയ്യാൻ പറ്റും. അതൊരു ട്രെയിനിങ് കൊടുക്കാം അവർക്ക്. അപ്പോൾ ആ രീതിയിൽ നമ്മൾ ട്രെയിനിങ് കൊടുക്കുന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ വിളിക്കുന്ന പേരാണ് ഈ ലേണിംഗ്. ഇലക്ട്രോണിക് മീഡിയ യൂസ് ചെയ്തുകൊണ്ട് ലേൺ ചെയ്യുക. അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കോസ്റ്റ് സേവിങ് ആണ്, ഒന്നുകൂടി എഫിഷ്യൻ്റായിട്ട് നമുക്ക് എംപ്ലോയീസിന് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. ഇനി ലാസ്റ്റ് വരുന്നത് ഈ കോമ്പൻസേഷൻ. It can provide HR managers with the ability to efficient adapt compensation system to meet current challenges, to manage and maintain all the aspects of the equity in the pay plan design etc. നമ്മുടെ കമ്പനിയിലുള്ള പേ പ്ലാനിങ് ഡിസൈൻസ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഇലക്ട്രോണിക് രൂപത്തിലുള്ള കോമ്പൻസേഷൻ പ്രോസസ്സ് നടക്കുക. പല കമ്പനികളും അത് അഡോപ്റ്റ് ചെയ്തിട്ടുണ്ട്. ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ സാലറീൻ്റെ കേസ് തന്നെ, സാലറി ചില കമ്പനികളൊക്കെ നേരിട്ട് കൊടുക്കലാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ കമ്പനികളും ബാങ്ക് അക്കൗണ്ട് മുഖാന്തരമാണ് ചെയ്യുന്നത്, ഓൺലൈൻ ട്രാൻസ്ഫർ മുഖാന്തരമാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും ആക്ടിവിറ്റീസാണ് ഈ HRMൽ വരുന്ന ആക്ടിവിറ്റീസ് എന്ന് പറയാം. ഇനി ഇതിൻ്റെ അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും നോക്കാം. അഡ്വാൻറ്റേജ് പറയാനുള്ളത് ക്വാളിറ്റി ഇമ്പ്രൂവ് ആവും, എഫിഷ്യൻസി കൂടും, അതുപോലെ HR ഫംഗ്ഷന് കുറഞ്ഞ സമയത്തിനുള്ളിൽ ചെയ്യാൻ പറ്റും. പിന്നെ അതുപോലെ നമുക്ക് റിപ്പോർട്ട്, അനലൈസ്, ഡാറ്റ ഒക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ വളരെ ക്വിക്കായിട്ട് കിട്ടും. കോസ്റ്റ് സേവ് ചെയ്യാൻ പറ്റും, ടൈം സേവ് ചെയ്യാൻ പറ്റും, ലേബേഴ്സിൻ്റെ ടൈം നമുക്ക് സേവ് ചെയ്യാൻ പറ്റും, അക്യുറസി ഒന്നുകൂടി കൂടാൻ പറ്റും. ഇതിൻ്റെ ഡിസ്അഡ്വാൻറ്റേജ് പറയുകയാണെന്നുണ്ടെങ്കിൽ മെയിനായിട്ട് ഇംപ്ലിമെൻറ്റേഷൻ കോസ്റ്റ് കുറച്ച് കൂടുതലാണ്. സ്വാഭാവികമായിട്ട് നമുക്ക് ടെക്നോളജി കാര്യങ്ങളൊക്കെ ആദ്യമായിട്ട് കമ്പനിയിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു ഇനീഷ്യൽ കോസ്റ്റ് കൂടുതലായിരിക്കും. അതുപോലെ ഹൈ മെയിൻറ്റെയിനിങ് കോസ്റ്റാണ്. ഈ മെഷീൻസ് കാര്യങ്ങളൊക്കെ മെയിൻറ്റെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ കോസ്റ്റ് കൂടുതലാണ്. ഡിഫിക്കൽട്ട് ടു മെയിൻറ്റെയിൻസ് കോൺഫിഡൻഷ്യലി. പല ഡാറ്റാസും എല്ലാവരും യൂസ് ചെയ്തുകൊണ്ട് അത് എല്ലാവർക്കും സ്പ്രെഡ് ആവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ കോൺഫിഡൻഷ്യൽ ഡാറ്റാസ് യൂസ് ചെയ്യുന്നത് കുറച്ച് ഡിഫിക്കൽട്ടാണ്. ഓർഗനൈസേഷൻ നീഡ് ടു ഇൻവെസ്റ്റ് മോർ ഇൻ ദി ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെൻറ്റ് പ്രോസസ്സ്. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഒരുപാട് എംപ്ലോയീസിന് ട്രെയിനിങ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ പ്രൊജക്ടർ ഇംപ്ലിമെൻറ്റ് ചെയ്യണം, അതേപോലെ അതിനുള്ള സെറ്റപ്പ് ഉണ്ടാക്കിയിരിക്കണം, അതിനൊരു സ്പെഷ്യൽ റൂം, ഇരുട്ടുള്ള റൂം കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യണം. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് ഒരു കോസ്റ്റ് കൂടുതലാണ്. ചാൻസ് ഓഫ് ഡാറ്റ എൻട്രി എറേഴ്സ് സ്വാഭാവികമാണ്. നമ്മൾ ചെയ്യുന്ന ഏതൊരു ഇലക്ട്രോണിക് ഫോർമാറ്റിലുള്ള ട്രാൻസാക്ഷൻസിനും ആക്ടിവിറ്റിക്കും നമ്മൾ എന്ത് സംഭവിക്കുന്നുണ്ട്, ഈ പറഞ്ഞിട്ടുള്ള ഡാറ്റ എറർ സ്വാഭാവികമായിട്ട് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഒരു എംപ്ലോയിക്ക് വലിയ പ്രശ്നം വരില്ല. എങ്ങനെയാണെന്നുണ്ടെങ്കിൽ അയാൾക്ക് 15,000 സാലറി എന്നുണ്ടെങ്കിൽ നമ്മൾ ബൈ മിസ്റ്റേക്കിൽ അത് 1,500 അടിച്ചു കഴിഞ്ഞാൽ ഒരു പൂജ്യം ഇടാൻ മറന്നു കഴിഞ്ഞാൽ അതൊരു വിഷയമാണ്. അപ്പോൾ അങ്ങനത്തെ ചെറിയ ചെറിയ മിസ്റ്റേക്സൊക്കെ വരാൻ സാധ്യതയുണ്ട്. നമുക്കത് മാറ്റം വരുത്താവുന്നതേ ഉള്ളൂ. ഇനി നമ്മൾ അടുത്ത് പറയുന്നത് GHRM എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗ്രീൻ HRM എന്നാണ് പറയാം. ഗ്രീൻ HRM എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യൂസ്ഡ് HRM പോളിസീസ് പ്രൊമോട്ട് സസ്റ്റൈനബിൾ യൂസ് ഓഫ് റിസോഴ്സസ് വിത്തിൻ ദി ഓർഗനൈസേഷൻ ആൻഡ് മോർ ജനറലി പ്രൊമോട്ട് ദ കോസ് ഓഫ് എൻവിയോൺമെൻറ്റൽ സസ്റ്റൈനബിലിറ്റി. പ്രകൃതിക്ക് ദോഷമില്ലാത്ത രീതിയിൽ പ്രകൃതിനെ നിലനിർത്താൻ വേണ്ടിയിട്ട് നമ്മളെ HR ആക്ടിവിറ്റി കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ സസ്റ്റൈനബിൾ ആയിട്ട് രീതിയിൽ പ്രൊമോട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ, എന്നെന്ന് നിലനിൽക്കാൻ വേണ്ടിയിട്ട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ വിളിക്കുന്ന പേരാണ് ഈ ഗ്രീൻ HRM. ഗ്രീൻ HRM എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗ്രീൻ എൻവിയോൺമെൻറ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക. അതാണ് GHRM എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. GHRM directly responsible for creating green workforce to understand, appreciate and practices green initiation and maintain its green objectives of all throughout the HRM process and recruit and hiring, training, compensation and development activities of the firm human capital. നമ്മുടെ ഓർഗനൈസേഷൻ്റെ എല്ലാ ആക്ടിവിറ്റിയിലും, അതിപ്പോൾ പറഞ്ഞ പോലെ ഡെവലപ്പിങ്ങോ ട്രെയിനിങ്ങോ റിക്രൂട്ട്മെൻറ്റോ അതുപോലെ സ്റ്റാഫിങ് നടത്തുന്ന എന്ത് പ്രോസസ്സ് നടത്തുന്നതിലും ഈ പറഞ്ഞിട്ടുള്ള ഗ്രീൻ എൻവിയോൺമെൻറ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന രൂപത്തിലാക്കുക. അതായത് പേപ്പർലെസ് ആക്ടിവിറ്റി ചെയ്യാനാണ് കൂടുതലായിട്ട് ഇത് പ്രൊമോട്ട് ചെയ്യുന്നത്. പേപ്പർ ഉണ്ടാക്കുന്നത് നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള മരങ്ങളും കാര്യങ്ങളിൽ നിന്നാണ്. അപ്പോൾ അത് ഒഴിവാക്കുന്നതാണ്. ഇറ്റ് റെഫേഴ്സ് ദ പോളിസീസ് ആൻഡ് പ്രാക്ടീസ് സിസ്റ്റം ദാറ്റ് മേക്ക് ദ എംപ്ലോയീസ് ആൻഡ് ഓർഗനൈസേഷൻ ഗ്രീൻ ഫോർ ദി ബെനിഫിറ്റ്സ് ഓഫ് ഇൻഡിവിജ്വൽ, സൊസൈറ്റി ആൻഡ് നാച്ചുറൽ എൻവിയോൺമെൻറ്റ് ആൻഡ് ദ ബിസിനസ്. പല കമ്പനികളിലും പ്ലാസ്റ്റിക്കുകളൊക്കെ കംപ്ലീറ്റ്ലി നിരോധിച്ചിട്ടുണ്ട്.
അതെന്തിനാണെന്നുണ്ടെങ്കിൽ നമ്മൾ എൻവയോൺമെൻറ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനാണ്, പ്ലാസ്റ്റിക്കിൻ്റെ യൂസ് കാര്യങ്ങളൊക്കെ കുറക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ ഒരു രീതിയിൽ പിന്നെ അതുപോലെ വേസ്റ്റ് കാര്യങ്ങളൊക്കെ കുറച്ചിട്ട് അല്ലെങ്കിൽ ഒരിക്കലും ഒരു ഹാംഫുള്ളായ രീതിയിൽ കാര്യങ്ങൾ ചെയ്യാതിരിക്കുക. അതിന് നമ്മൾ വിളിക്കുന്ന പേരാണ് ഗ്രീൻ HR. താങ്ക് യു വെരി മച്ച്. ഇനി അടുത്ത ഒരു പുതിയ രീതിയിലുള്ള ട്രെൻഡ് എന്താണെന്നുള്ളത് നമുക്ക് അടുത്ത ക്ലാസ് നോക്കാം. ഈ ചാപ്റ്ററിൽ നമ്മൾ ഉടനീളം ഡിസ്കസ് ചെയ്യുന്നത് പുതിയ രീതിയിൽ HRMൽ വന്നിട്ടുള്ള പുതിയ പുതിയ കോൺസെപ്റ്റുകളാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സ്ട്രാറ്റജിക് HR പറഞ്ഞു. ഈ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുള്ള EHRമും GHRമും പറഞ്ഞു. അടുത്ത ക്ലാസ്സിൽ വേറെ ടോപ്പിക്കുമായിട്ട് വരാം. താങ്ക് യു വെരി മച്ച്.